യുനെസ്കോയുടെ പൈതൃക സ്മാരക പട്ടികയിൽ ഇടം നേടിയ മഹാബലിപുരത്തെ സീഷോർ ടെമ്പിളിലേക്കാണ് ഇന്നത്തെ യാത്ര. കൃഷ്ണസ് ബട്ടർബോൾ, 5 രഥാസ്, ലൈറ്റ് ഹൗസ്, സീഷോർ ടെമ്പിൾ, അങ്ങനെ ഒട്ടനവധി കാര്യങ്ങളുണ്ട് നമുക്ക് മഹാബലിപുരത്തെ എക്സ്പ്ലോർ ചെയ്യാൻ. ഇവയെല്ലാം കൂടെ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് നമുക്ക് ആദ്യം സീഷോർ ടെമ്പിളിൻ്റെ കാഴ്ചകൾ കാണാം. 40 രൂപ ടിക്കറ്റ് എടുത്താൽ നമുക്ക് സീഷോർ ടെമ്പിളിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാം. വൈകിട്ട് 6 മണി വരെയാണ് ഇതിലേക്കുള്ള പ്രവേശനം. AD 700-നും AD 725-നും ഇടയ്ക്ക് നിർമ്മിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്ന ഈ ക്ഷേത്രം സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന ക്ഷേത്രങ്ങളിൽ ഒന്നാണ്. സൂര്യകിരണങ്ങൾ ആദ്യമെത്തുന്ന ക്ഷേത്രം എന്നൊരു പ്രത്യേകത കൂടെ ഇതിനുണ്ട്. പണ്ടൊക്കെ യൂറോപ്യൻ വ്യവസായികൾ കപ്പൽ മാർഗം ഇന്ത്യയിലേക്ക് വരുമ്പോൾ അവർക്കുള്ളൊരു അടയാളം കൂടിയായിരുന്നു ഈ ക്ഷേത്രം എന്നും പറയപ്പെടുന്നു. ഇവിടെയുള്ള ക്ഷേത്രങ്ങൾ ശിവനും വിഷ്ണുവിനുമായാണ് സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ഈ വലിയ ക്ഷേത്രവും ഇവിടുത്തെ കലാസൃഷ്ടികളും എല്ലാം നിർമ്മിച്ചത് നരസിംഹവർമ്മ ഒന്നാമനായിരുന്നു. അദ്ദേഹത്തെ മാമല്ല എന്നും വിളിച്ചിരുന്നു. അതുകൊണ്ടാണ് ഈ സ്ഥലത്തിന് മാമല്ലപുരം എന്ന പേര് വന്നത് എന്നാണ് ചരിത്രം പറയുന്നത്. പുരാതന നാവികർ മഹാബലിപുരത്തെ 7 പഗോഡകളുടെ നാട് എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത് അത്രേ. ചരിത്രപ്രസിദ്ധമായ മഹാബലിപുരം സന്ദർശിക്കാതെ തമിഴ്നാട്ടിലുള്ള ഒരു യാത്രയും പൂർത്തിയാകില്ല. അതുകൊണ്ട് തന്നെ തമിഴ്നാട് സന്ദർശിക്കുന്ന എല്ലാവരും തീർച്ചയായും വന്നിരിക്കേണ്ട ഒരു സ്ഥലമാണ് ചരിത്രത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും ഇടമായ ഈ ക്ഷേത്ര സമുച്ചയം. സാധാരണയായി എല്ലാവരും ബാക്കിയുള്ള എല്ലാ സ്ഥലങ്ങളിലും, അതായത് കൃഷ്ണാസ് ബട്ടർബോൾ, പിന്നെ പഞ്ചരഥാസ്, പിന്നെ മ്യൂസിയം, അങ്ങനെ എല്ലാ സ്ഥലത്തും പോയി ഏറ്റവും അവസാനമാണ് സീഷോർ ടെമ്പിൾ വരാറ്. കാരണം എല്ലാ കാഴ്ചയും കണ്ട് ആ പുൽത്തകിടിയിലിരുന്ന് ആ കാറ്റും പിന്നെ ബീച്ചിൻ്റെ ആ ഒരു സൗന്ദര്യവും എല്ലാം ആസ്വദിക്കാം. സത്യം പറയാലോ, ഞാൻ പലവട്ടം മഹാബലിപുരം പോയിട്ടുണ്ട്. അപ്പോഴൊക്കെ പോകും, അവിടുത്തെ വൈബ് ഫീൽ ചെയ്യും, കുറേ ഫോട്ടോസ് എടുക്കും, വീഡിയോസ് എടുക്കും, തിരിച്ചു വരും. പക്ഷേ ഇപ്രാവശ്യം പോയപ്പോഴാണ് ഇതിൻ്റെ പിന്നിലുള്ള പല കഥകളും ഞാൻ അറിയാൻ ശ്രമിക്കുന്നത്. മഹാബലിപുരത്തെ കുറേയധികം കാഴ്ചകളും വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ ഉടനെ കാണാം. അതുവരെ സ്റ്റേ ട്യൂൺഡ്.